ഹലോ മക്കളെ, കീം എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മുന്നോടിയായിട്ട് നമുക്ക് ഒരു പ്രധാന കടമ്പ എന്ന് പറയുന്നത് +2 മാർക്ക് മക്കൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ തന്നെ നമ്മുടെ +2 മാർക്കിനും അതേപോലെ കീം എക്സാമിന്റെ സ്കോറിനും 50% എന്തുണ്ട് പങ്കുണ്ടെന്ന് പറയാം. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്നത് അലോട്ട്മെന്റുകളാണ്. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് ഫേസ് ചെയ്ത സെയിം അലോട്ട്മെന്റുകൾ തന്നെയാണ് ഇപ്പോൾ കീം എക്സാമിനേഷനിൽ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതും കോളേജ് ചൂസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കോളേജിനെ കുറിച്ചോ അതിലുള്ള കോഴ്സുകളെ കുറിച്ചോ നമുക്ക് യാതൊരു ധാരണയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് അത് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ കോളേജിലുമുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പോയിട്ടുള്ള ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് മക്കൾ ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ XYLM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കോളേജിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ മക്കൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ വിവരങ്ങൾക്കും വേണ്ടി മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് കാണുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് എന്ന് നോക്കാം. XYLM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പറയുമ്പോൾ മക്കൾ ഓൾറെഡി CET കണ്ടു, അതേപോലെ തൃശ്ശൂർ കോളേജ് കണ്ടു, അതേപോലെ തന്നെ ഈ ടോപ്പ് 3 പൊസിഷൻ നിൽക്കുന്ന കോളേജ് തന്നെയാണ് XYLM എന്ന് പറയുന്നത്. അപ്പോൾ XYLMൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമ്മൾ AAA ഉണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അതായത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ ബേസിസിലുള്ള ലാസ്റ്റ് റാങ്ക് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ മക്കൾ XYLMലെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 10506 ആണ്. അടുത്ത വരുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന സമയത്ത് അത്യാവശ്യം ഡിമാൻഡ് കൂടി വരുന്ന, ഓരോ വർഷം കഴിയുന്തോറും ഡിമാൻഡ് കൂടി വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 8518 ആണ്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടി വരുന്നത് കമ്പ്യൂട്ടർ സയൻസിനായതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് മക്കളെ മറ്റിനേക്കാൾ കുറവ് തന്നെയാണ്. 1567 ആണ് വരുന്നത്. മക്കൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾ അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, കോഴ്സുകൾ ചൂസ് ചെയ്യാം. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് റാങ്ക് 2285 ആണ് വരുന്നത്. ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 4433 ആണ് വരുന്നത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഫെമിലർ അല്ലാത്ത കോഴ്സ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. മക്കളെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 3731 ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് റാങ്ക് വരുന്നത് 8370 ആണ്. സോ അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് നോക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, ഇത്രയും റാങ്കുകൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാങ്ക്, അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് എത്രയാണോ റാങ്ക് ലഭിച്ചിരിക്കുന്നത് അതിന് അനുസരിച്ചുള്ള കോഴ്സുകൾ അതനുസരിച്ചുള്ള കോളേജിൽ മാത്രം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ മറ്റ് വിവരങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ, ബൈ.